അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ടേം ഡെഡ് ബീറ്റ്. 2 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്, ഏപ്രിൽ 2019. ഡെഡ് ബീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നേരം നമ്മൾ പറഞ്ഞു ഡാമ്പിംഗ് ടോർക്കിനെ പറ്റി. ഡാമ്പിംഗ് ടോർക്ക് 3 രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, എഡി കറന്റ് ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്. ഇതിൽ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് അധികം പ്രിഫർ ചെയ്യാത്ത ഒരു ടൈപ്പ് ഡാമ്പിംഗ് ആണ്. ഡാമ്പിംഗ് ടോർക്കിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓസിലേഷൻസിനെ, പോയിന്ററിന്റെ ഓസിലേഷൻസിനെ പെട്ടെന്ന് ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ് ഡാമ്പിംഗ് ടോർക്കിന്റെ ഫംഗ്ഷൻ. ഓസിലേഷൻസിനെ ഡാമ്പ് ഔട്ട് ചെയ്യുക. ഡാമ്പ് ഔട്ട് ഓസിലേഷൻസ്. കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഈക്വൽ ആവുന്ന സമയത്താണ് പോയിന്റർ റെസ്റ്റിലേക്ക് വരുന്നത്. ആ ഒരു റെസ്റ്റ് പൊസിഷനെ വൈ ആക്സിസിലും അതുപോലെ ടൈമിനെ എക്സ് ആക്സിസിലും രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ പോയിന്ററിന്റെ മൂവ്മെന്റ് ഇത് 3 രീതിയിൽ വരാം. അതായത് പോയിന്ററിന്റെ ഓസിലേഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. പോയിന്റർ ഒരു പോയിന്റിനെ അപേക്ഷിച്ച് ഓസിലേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ലൈനിനെ അപേക്ഷിച്ച് ഇവിടെ ഒരു ഓസിലേഷൻ നടത്തുന്നുണ്ട്. ഈ ഓസിലേഷൻ ശരിക്കും കാണിക്കുന്നത് പോയിന്ററിന്റെ ഫൈനൽ റീഡിങ്ങിനെ വെച്ചിട്ട്, പോയിന്ററിന്റെ ഫൈനൽ റീഡിങ് ബേസ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ഓസിലേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇങ്ങനത്തെ ഓസിലേഷൻസിനെയാണ് അണ്ടർ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. അണ്ടർ ഡാമ്പ്. അതായത് ഇവിടെ ഈ ഓസിലേഷൻസ് തീരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഈ അടുത്ത ഒരു ടൈപ്പ് ഡാമ്പിങ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അധികം സമയമൊന്നും എടുക്കാണ്ട് പെട്ടെന്ന് തന്നെ പോയിന്റർ റെസ്റ്റ് പൊസിഷനിലേക്ക് എത്തുകയാണ്, അധികം ഓസിലേഷൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ. ഇനിയുള്ളത് അണ്ടർ ഡാമ്പിംഗ് ആണ്, ഓവർ ഡാമ്പിംഗ് ആണ്. അണ്ടർ ഡാമ്പിങ്ങിനാണ് ഇതേപോലത്തെ ഓസിലേഷൻസ്, ഗ്രാഫിലെ ഓസിലേഷൻസ് കാണാം. ക്രിട്ടിക്കൽ ഡാമ്പിംഗ് തന്നെയാണ് ഡെഡ് ബീറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഡെഡ് ബീറ്റ് ഓർ ക്രിട്ടിക്കൽ ഡാമ്പിംഗ്. ഇതിനൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, deadbeat is when the system attains steady state in the shortest possible time without any oscillations. Deadbeat is when the system എന്ന് ഉദ്ദേശിക്കുന്നത് മൂവിംഗ് സിസ്റ്റം ആണ്. എന്താ മൂവിംഗ് സിസ്റ്റം? attains its final steady state reading in the shortest possible time without any oscillations. ഓസിലേഷൻസ് ഇല്ലാതെ ഏറ്റവും മിനിമം ടൈമിൽ ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോയിന്റർ എത്തുന്നു. ഇതിനാണ്
ഡെഡ് ബീറ്റ് എന്ന് പറയുന്നത്. പോയിന്റർ പൊസിഷനാണ് y ആക്സിസിലുള്ളത്. ഇവിടെ ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ്. ഈ സ്റ്റഡി സ്റ്റേറ്റിനെ അപേക്ഷിച്ച് പോയിന്റർ ഓസിലേറ്റ് ചെയ്യും. ഇതിനാണ് അണ്ടർ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഈ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് എത്തുന്ന ആ ഒരു തരം ഡാമ്പിങ്ങിനെയാണ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് അഥവാ ഡെഡ് ബീറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓവർ ഡാമ്പിംഗ് ആണ്. ഓവർ ഡാമ്പിംഗ് ആണെങ്കിൽ ഈ ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോയിന്റർ എത്തുക പോലുമില്ല. അതാണ് ഓവർ ഡാമ്പിംഗ് വരിക. ഓവർ ഡാമ്പിംഗ് ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിന്റെ താഴെയാണ് ഗ്രാഫിൽ രേഖപ്പെടുത്തുന്നത് വരിക. ഓവർ ഡാമ്പിംഗ്, ഡെഡ് ബീറ്റ്, അണ്ടർ ഡാമ്പിംഗ്. ഈ അണ്ടർ ഡാമ്പിങ്ങിന്റെ സമയത്ത് പോയിന്റർ ഓസിലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അന്നേരം ഈ മാക്സിമം ഓസിലേഷൻ അതിനെയാണ് ഓവർഷൂട്ട് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പീക്ക് ഓവർഷൂട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓസിലേഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ, അതിനെയാണ് പീക്ക് ഓവർഷൂട്ട് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത്, റൈറ്റ് എനി ടു ക്വാളിറ്റീസ് ഓഫ് സ്പ്രിംഗ് യൂസ്ഡ് ഇൻ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഒരു ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിൽ ഉപയോഗിക്കുന്ന സ്പ്രിംഗ്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? റൈറ്റ് എനി ടു ക്വാളിറ്റീസ് ഓഫ് സ്പ്രിംഗ് യൂസ്ഡ് ഇൻ ആൻ ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി നോൺ മാഗ്നറ്റിക് ആയിരിക്കണം. സ്പ്രിംഗ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നോൺ മാഗ്നറ്റിക് ആയിരിക്കണം. രണ്ടാമത്തെ പ്രോപ്പർട്ടി അതിന്റെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കണം. അതായത് റെസിസ്റ്റിവിറ്റി വളരെ കുറഞ്ഞ ഒരു മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കണം സ്പ്രിംഗ് ഉണ്ടാക്കിയിരിക്കേണ്ടത്. ലോ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിന്റെ വേറൊരു പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ ലോ റെസിസ്റ്റിവിറ്റി. അടുത്ത മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ having low temperature coefficient of resistance. Low temperature coefficient of resistance. അടുത്തത് 4, materials not subjected to fatigue. അവരുടെ ഒന്നാമത്തെ പോയിന്റ് ഇത് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കണം. അതായത് ഒരു മാഗ്നറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അട്രാക്ട് ചെയ്യാൻ പാടില്ല. അടുത്തത് ലോ റെസിസ്റ്റിവിറ്റി, മൂന്നാമത്തത് ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. രണ്ടും മൂന്നും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. ഇതിന് റെസിസ്റ്റൻസ് കുറവായിരിക്കണം. ഉദാഹരണത്തിന് ഒരു PMMC ഇൻസ്ട്രുമെന്റ്, അതൊരു ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്. അത് അമ്മീറ്റർ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് ഒരിക്കലും സർക്യൂട്ടിൽ വരാൻ പാടില്ല. അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കണം.
അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ റെസിസ്റ്റൻസ് സർക്യൂട്ടിലെ കറണ്ടിനെ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അന്നേരം അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ലോ റെസിസ്റ്റൻസ് എന്നുള്ളത്. ലോ റെസിസ്റ്റൻസ് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ലോ റെസിസ്റ്റിവിറ്റി. ഈ ടെമ്പറേച്ചർ മാറുമ്പോൾ ഈ റെസിസ്റ്റൻസ് കൂടാനോ ഒന്നും പാടില്ല. അതാണ് ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അടുത്ത 4ാമത്തെ പോയിന്റ്, മെറ്റീരിയൽസ് നോട്ട് സബ്ജക്റ്റഡ് ടു ഫാറ്റിഗ്. അന്നേരം കൺട്രോൾ സ്പ്രിംഗ് ആയിട്ടാണ് PMMC ഇൻസ്ട്രുമെന്റിൽ സ്പ്രിങ് ചെയ്യുന്നത്. അത് സ്പ്രിങ് ട്വിസ്റ്റ് ആവുന്ന സമയത്ത് ഒരു റീസ്റ്റോറിംഗ് ടോർക്ക് ഉണ്ടാകുന്നുണ്ട്. അത് സ്പ്രിങ് ട്വിസ്റ്റ് ആവുന്ന സമയത്ത് ഈ സ്പ്രിങ്ങിന്റെ ഷേപ്പ് മാറും. എന്നിട്ട് ഈ റീസ്റ്റോറിംഗ് ടോർക്ക് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഒഴിവാക്കുന്ന സമയത്ത് റീസ്റ്റോറിംഗ് ടോർക്ക് വീണ്ടും 0 ആയിട്ട് വരണം. അന്നേരം ഈ സ്പ്രിങ്ങിന് പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ഇവിടെ 4ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. മെറ്റീരിയൽസ് നോട്ട് സബ്ജക്റ്റഡ് ടു ഫാറ്റിഗ്. അതായത് അതിന്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് 4ാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. സ്പ്രിങ്ങിന്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നഷ്ടമായി പോകരുത്. ഈ 4 കാര്യങ്ങളാണ് ഈ സ്പ്രിങ് മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഗുണങ്ങൾ. അതായത് സ്പ്രിങ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത് ഫോസ്ഫർ ബ്രോൺസ് ആണ്. ഫോസ്ഫർ ബ്രോൺസ്. വേറൊരു മെറ്റീരിയൽ സിലിക്കൺ ബ്രോൺസ്. ജർമ്മൻ സിൽവർ. ഒക്കെ സ്പ്രിങ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. PMMC ഇൻസ്ട്രുമെന്റിൽ നമ്മൾ പറയുന്നത് ഫോസ്ഫർ ബ്രോൺസ് ഹെയർ സ്പ്രിംഗ് ആണ്. ഫോസ്ഫർ ബ്രോൺസ് ഹെയർ സ്പ്രിംഗ് ആണ് കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് ക്ലാസിഫൈ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ഇത് നമ്മൾ ക്ലാസിഫൈ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഇത് പാർട്ട് ബിയിൽ ചോദിച്ച ചോദ്യമാണ്. 6 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ക്ലാസിഫൈ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ഇവിടെ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എഴുതുക. ആദ്യം അബ്സല്യൂട്ട്, അതേപോലെ സെക്കൻഡറിനെ വീണ്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്, റെക്കോർഡിങ്, അടുത്ത ഇന്റഗ്രേറ്റിംഗ്. 6 മാർക്കിന് ചോദിച്ച ചോദ്യം ആയതുകൊണ്ട് ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് എഴുതുക. അതായത് പോയിന്ററിന്റെ ഇൻഡിക്കേഷൻ ആണ് ഇവിടെ മെഷർ ചെയ്യുന്ന വാല്യൂ. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതേണ്ടത് എന്താണ്? ഒരു കണ്ടിന്യൂസ് റെക്കോർഡ് ഓഫ് മെഷർമെന്റ്സ് ആണ് വരിക. അതായത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ടാണ് നമുക്ക് നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂസ് കിട്ടുക. അടുത്ത ഇന്റഗ്രേറ്റിംഗ്, അതായത് ഒരു ടൈം ഇന്റർവെല്ലില് നടക്കുന്ന ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീന്റെ ഒരു സമ്മാണ് തരുന്നത്. അതായത് ഒരു സമ്മായിട്ടാണ് തരുന്നത്. സമ്മ
quantity over a time interval. Sum of a quantity, electrical quantity over a time interval. Recording എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് തരുന്നത് ഔട്ട്പുട്ട്. ഇൻഡിക്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ പോയിന്ററിന്റെ റീഡിംഗ് ആണ്. പോയിന്റർ എവിടെയാണോ പോയിന്റ് ചെയ്യുന്നത് ആ റീഡിംഗ് ആണ് മെഷർ ചെയ്യുന്ന വാല്യൂ. ഇനി ഓരോ ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെയും എക്സാമ്പിൾസ് എഴുതുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻസ്ട്രുമെന്റിന്റെ എക്സാമ്പിൾ എഴുതുക. ടാൻജന്റ് ഗാലനോമീറ്റർ. ഇൻഡിക്കേറ്റിംഗിന്റെ എക്സാമ്പിൾ ആണ് അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, വാട്ട്മീറ്റർ ഒക്കെ. റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ എക്സാമ്പിൾ ആണ് ECG. ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ എക്സാമ്പിൾ ആണ് എനർജി മീറ്റർ അല്ലെങ്കിൽ കിലോ വാട്ട് അവർ മീറ്റർ. ഇത്ര എഴുതിയാലേ 6 മാർക്കിന് ഉള്ള മാർക്ക് കിട്ടുള്ളൂ. ഇൻഡിക്കേറ്ററിന്റെ എക്സാമ്പിൾ ആണ് അമ്മീറ്റർ, വോൾട്ട്മീറ്റർ. റെക്കോർഡിംഗിന്റെ എക്സാമ്പിൾ ആണ് ECG. ഇന്റഗ്രേറ്റിംഗിന്റെ എക്സാമ്പിൾ ആണ് എനർജി മീറ്റർ. ഓരോന്നിന് ഓരോ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന്റെ ഡെഫിനേഷനും റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ ഡെഫിനേഷനും ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ ഡെഫിനേഷനും എഴുതാനായിട്ട് നോക്കണം. ഇനി അടുത്ത ചോദ്യം, explain briefly the different mechanism of production of essential source in an indicating instrument. ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന്റെ എസെൻഷ്യൽ സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെന്റ് മെക്കാനിസംസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതായത് ടോർക്കുകൾ ഏതൊക്കെയാണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, ആദ്യമായിട്ട് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടെന്ന് എഴുതാം. അടുത്ത ടോർക്ക് കൺട്രോളിംഗ് ടോർക്കാണ്. മൂന്നാമത്തത് ഡാമ്പിംഗ് ടോർക്കാണ്. 6 മാർക്കിന് ചോദിച്ച ചോദ്യം ആയതുകൊണ്ട് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഏതൊക്കെ മെത്തേഡ്സിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിക് എഫക്റ്റ് മൂലം ഉണ്ടാവാം. അടുത്തത് ഇലക്ട്രോ ഡൈനാമിക് എഫക്റ്റ്. ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ്. ഓരോന്നിനും വേണമെങ്കിൽ എക്സാമ്പിളും പറയാം. മാഗ്നറ്റിക് എഫക്റ്റ്, PMMC ഇൻസ്ട്രുമെന്റില് മാഗ്നറ്റ് ഒരു പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അന്നേരം അവിടെ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ആണ് പറയാം. അല്ലെങ്കിൽ ഇലക്ട്രോ ഡൈനാമിക് എഫക്റ്റ് ആണ് പറയാം. കാരണം അവിടെ ഒരു മോട്ടോർ ആക്ഷൻ ആണ് നടക്കുന്നത്, അവിടെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇലക്ട്രോ ഡൈനാമിക് എഫക്റ്റ് ആണ് PMMCയിൽ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് പറയാം. ഇലക്ട്രോ ഡൈനാമിക് എഫക്റ്റ്. അടുത്ത ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ്, അതായത് മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സിലൊക്കെ ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. അതായത് ഇപ്പോൾ അട്രാക്ഷൻ ടൈപ്പ് മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ് ഈ മൂവിങ് അയണിനെ അട്രാക്ട് ചെയ്യുന്നത്. അതേപോലെ റിപ്പൾഷൻ നടക്കുന്നതും ഒരു ഇലക്ട്രോ മാഗ്നറ്റ് മൂലമാണ്. അതുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് യൂസ് ചെയ്യുന്നത് MI ഇൻസ്ട്രുമെന്റിലാണ്. ഇനി കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സ്പ്രിംഗ് കൺട്രോള് അല്ലെങ്കിൽ ഗ്രാവിറ്റി കൺട്രോൾ ആണ്. ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്, എഡി കറന്റ് ഡാമ്പിങ്. അന്നേരം ഇതില് 6 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ട് ഇതില് പരമാവധി
ഡയഗ്രാംസ് ഉൾപ്പെടുത്താം. കൺട്രോളിംഗ് ടോർക്ക് ആകുമ്പോൾ നമുക്ക് സ്ട്രിങ് വരയ്ക്കാം. പോയിന്റർ ഇതാണ് സ്ട്രിങ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരയ്ക്കാം. ഗ്രാവിറ്റി കൺട്രോളിലെ പോയിന്റർ ഉണ്ടെങ്കിൽ പോയിന്റർ, സ്കെയില്, പിന്നെ പോയിന്ററിന്റെ കൂടെ ഒരു ബാലൻസ് വെയിറ്റും അതേപോലെ ഒരു കൺട്രോൾ വെയിറ്റും. ബാലൻസ്, കൺട്രോൾ. അതിങ്ങനത്തെ ഡയഗ്രാംസ് ഒക്കെ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഡാമ്പിംഗ് ടോർക്കിന്റെ കാര്യം വരുമ്പോൾ എഡി കറന്റ് ഡാമ്പിങ്. എഡി കറന്റ് ഡാമ്പിങ് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് PMMC. എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മൂവിങ് ആണ് ഇൻസ്ട്രുമെന്റ്. പിന്നെ അതേപോലെ വാട്ട് മീറ്റർ ഒരു ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്. അവിടെയൊക്കെ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ് ലീസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഡാമ്പിങ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയതിൽ ഫുൾ മാർക്കും കിട്ടും. പരമാവധി ഡയഗ്രാംസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. With neat diagram, explain how damping torque produced in a PMMC instrument. ഒരു PMMC ഇൻസ്ട്രുമെന്റിൽ ഡാമ്പിംഗ് ടോർക്ക് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു PMMC ഇൻസ്ട്രുമെന്റിൽ ഒരു നോർത്ത് പോളിന്റെയും സൗത്ത് പോളിന്റെ ഇടയിൽ ഒരു കോയിലുള്ള കാര്യം പറഞ്ഞു. ഈ കോയില് ഒരു സിലിണ്ടറിക്കൽ മെറ്റലിന്റെ മുകളിലാണ് വൈൻഡ് ചെയ്തിരിക്കുന്നത്. കോയില് സിലിണ്ടറിക്കൽ മെറ്റൽ ഇതിന്റെ മുകളിലാണ് വൈൻഡ് ചെയ്തിട്ടുണ്ടാവുക. അത് ഈ കോയിൽ കൂടെ കറണ്ട് പോവുകയാണ്. പെർമനന്റ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ കോയിലിന്റെ രണ്ട് സൈഡിലും ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഫോഴ്സ് അനുഭവപ്പെടുന്നത് കൊണ്ട് ഒരു ടോർക്ക് ഉണ്ടാകുന്നു. ഈ ടോർക്ക് മൂലം ഇവിടെ ചെറിയ റൊട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. ടോർക്ക് equal to NI/AB നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോർക്ക് equal to number of turns in the coil. I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട്, A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കോയിൽ, B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി പെർമനന്റ് മാഗ്നറ്റ്. ഇതാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ ഫോർ എ PMMC ഇൻസ്ട്രുമെന്റ്. ഈ കോയിൽ ഒരു സിലിണ്ടറിന്റെ ചുറ്റും, ഒരു മെറ്റാലിക് സിലിണ്ടറിന്റെ ചുറ്റുമാണ് ചുറ്റിയിരിക്കുന്നത് പറഞ്ഞു. കാരണം ഈ സിലിണ്ടർ നോക്കുകയാണെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ റൊട്ടേറ്റ് ചെയ്യാണ്. കാരണം
ഈ സിലിണ്ടറിൽ എഡി കറൻസ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഈ എഡി കറൻസ് ആണ്. ഈ എഡി കറൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് കാരണത്താലോ ആ എഡി കറൻസ് ഉണ്ടായത്, ആ കാരണത്തിനെ റെഡ്യൂസ് ചെയ്യാനാണ് എഡി കറന്റ് ശ്രമിക്കുക. അതെ, ഇവിടെ ഈ സിസ്റ്റം മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് എഡി കറന്റ് ഉണ്ടായത്. അതായത് ആ മൂവ്മെന്റിന്റെ പരമാവധി കുറയ്ക്കുക എന്നുള്ള ഫംഗ്ഷനാണ് എഡി കറന്റ് ചെയ്യുക. അതായത് ഇവിടെ ഒരു ഡാമ്പിംഗ് ഫംഗ്ഷനാണ് ഈ എഡി കറന്റ് ചെയ്യുന്നത്. വേറെ ഇവിടെയും ഡയഗ്രാംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ചിത്രത്തിൽ ഞാനിപ്പോൾ സിലിണ്ടർ വരച്ചതൊന്നും കറക്റ്റ് ആയിട്ടല്ല, നിങ്ങൾക്ക് എക്സാം പേപ്പറിൽ വൃത്തിയായിട്ട് വരയ്ക്കാൻ കഴിയും. ആറ് മാർക്കിന് ചോദിച്ചത് വേറെ ചോദ്യം. ഡാമ്പിംഗ് ടോർക്ക് ഈസ് നെസസറി ഇൻ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. വൈ? ഡാമ്പിംഗ് ടോർക്കിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. പോയിന്ററിന്റെ ഓസിലേഷൻസ് പരമാവധി കുറച്ച് അതിനെ ഫൈനൽ റീഡിങ്ങിൽ പ്രസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഡാമ്പിംഗ് ടോർക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ. ഒരു 6 മാർക്കിനായതുകൊണ്ട് ഈ ഒരു സിംഗിൾ ലൈൻ എഴുതിയാലും മാർക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഡാമ്പിംഗ് ടോർക്ക് അത് എഴുതാം. പിന്നെ ഓരോ ഇൻസ്ട്രുമെന്റിലും ഏതൊക്കെ ഡാമ്പിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്ന് എഴുതാം. അതുപോലെ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ലീസ്റ്റ് പ്രിഫറബിൾ ഡാമ്പിംഗ് ആണെന്ന് എഴുതാം. നേരം നമ്മൾ പറഞ്ഞു PMMC ഇൻസ്ട്രുമെന്റിൽ എഡി കറന്റ് ഡാമ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ മൂവിങ് ആയ ഇൻസ്ട്രുമെന്റിൽ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അന്നേരം അതിന്റെ കാരണം എന്തായിരിക്കും? PMMC ഇൻസ്ട്രുമെന്റിൽ ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഈ പെർമനന്റ് മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എന്നാൽ മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ മെഷർ ചെയ്യുന്ന കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറന്റ് ഉള്ളത് കൊണ്ടാണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്, എന്നാൽ PMMC ഇൻസ്ട്രുമെന്റിൽ പെർമനന്റ് മാഗ്നറ്റ് ആണ്. അതായത് മൂവിങ് ആയ ഇൻസ്ട്രുമെന്റ് മാഗ്നറ്റിക് ഫീൽഡ് വീക്കാണ്. മാഗ്നറ്റിക് ഫീൽഡ് വീക്കായ ഒരു സ്ഥലത്ത് എഡി കറന്റ് ഡാമ്പിംഗ് യൂസ് ചെയ്യാൻ കഴിയില്ല. അതാണ് അതിന്റെ കാരണം. PMMC ഇൻസ്ട്രുമെന്റിൽ മാത്രമേ നമ്മൾ എഡി കറന്റ് ഡാമ്പിംഗ് കാണുന്നുള്ളൂ. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് വാട്ട് മീറ്റർ, അതേപോലെ മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്. വാട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇലക്ട്രോ ഡൈനാമോമീറ്റർ. അതേപോലെ മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സിലൊക്കെ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ചോദ്യം വരാം, എന്തുകൊണ്ടാണ് മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ വാട്ട് മീറ്ററിൽ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് യൂസ് ചെയ്യുന്നത്? അവിടെ എഡി കറന്റ് ഡാമ്പിംഗ് യൂസ് ചെയ്യാതെ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് യൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് ഒരു ചോദ്യം വരാം. വേറെ ഇതാണ്, വാട്ട് മീറ്റർ അല്ലെങ്കിൽ മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് വളരെ ദുർബലമാണ്. അവിടെ എഡി കറന്റ് ഡാമ്പിംഗ് യൂസ് ചെയ്താൽ അത് ആ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇന്റർഫിയർ ചെയ്യും. അതോടെ നമ്മുടെ മെഷർ ചെയ്യുന്ന വാല്യൂസിൽ വലിയ എറർ വരും. എന്നാൽ PMMC ഇൻസ്ട്രുമെന്റിൽ അങ്ങനെയല്ല. PMMC ഇൻസ്ട്രുമെന്റിൽ ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്.
അടുത്ത ചോദ്യം, റൈറ്റ് ദ മെക്കാനിസം ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഡാമ്പിംഗ് ടോർക്ക് യൂസിങ് ഓയിൽ. ഓയിൽ മൂലം എങ്ങനെയാണ് ഡാമ്പിംഗ് ഉണ്ടാകുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഓയിൽ എന്ന് പറഞ്ഞാൽ ഒരു വിസ്കസ് ഫ്ലൂയിഡ് ആണ്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് വീട്ടിൽ പോകുന്നൊരു കുറഞ്ഞ ഡാമ്പിംഗ് ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഓയിൽ ഡാമ്പിംഗ് ടോർക്ക് യൂസിങ് ഓയിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇവിടെ ഒരു ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നല്ലത്. അതായത് പോയിന്റർ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മൂവിങ് സിസ്റ്റം ശരിക്കും റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുക. അവിടെ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് റൊട്ടേഷൻ. അന്നേരം ഒരു മൂവിങ് സിസ്റ്റം ഒരു വിസ്കസ് ഫ്ലൂയിഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലൂയിഡ് അതിനെതിരെ ഒരു ബലം പ്രയോഗിക്കും. അല്ലെങ്കിൽ ഓയിലിന് വിസ്കോസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഈ മൂവ്മെന്റ് അത്ര എളുപ്പമായിരിക്കില്ല. അവിടെ ഫ്രിക്ഷണൽ ലോസസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ മൂവിങ് സിസ്റ്റത്തിന്റെ ഓസിലേഷൻസ് പെട്ടെന്ന് തന്നെ നിന്നുപോകും. അതായത് ഇത് കുറച്ച് വേർഡ്സിലും അതേപോലെ ഈ ഡയഗ്രാമും കൂടി വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. റൊട്ടേഷൻ, വെയിൻ ഓർ ഡിസ്ക്. ഈ ഓയിലിൽ മുങ്ങി കിടക്കുന്ന ഭാഗം വെയിൻ ഓർ ഡിസ്ക്. ഒരു ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാവുക.